ധ്യാനത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. ഒന്നുകൂടെ ചൊല്ലി നിർത്താം. കർത്താവേ, തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്യ പിതാക്കന്മാരെ, വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുണ്ട് ഇത്രയും കൂടുതൽ ഒരു വൈദിക സംഘത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ളത്. നമ്മളിനി കൂടുമ്പോഴേ നിവൃത്തിയുള്ളിടത്തോളം ഓർത്തഡോക്സ് പ്രീസ്റ്റ് കോൺഫറൻസ് ആകുമ്പോൾ ഓർത്തഡോക്സ് ഫ്ലേവർ കൊടുക്കുന്നല്ല. 2 മെഴുതിരിക്കാലും 2 മെഴുതിരിയും ഒരു കുരിശും ഒരു ധൂപക്കുറ്റിയും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കല്ലിടുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ ധൂപം വീശാറുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളൊരു കോംപ്രമൈസ് വരരുത്. കൺവിക്ഷൻ അവോയ്ഡ്സ് കൺവീനിയൻസ്, കോംപ്രമൈസ്, കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, കോൺട്രഡിക്ഷൻ, കോൺട്രവേഴ്സി, കോൺഫണ്ടേഷൻ, കോമ്പറ്റീഷൻ, കമ്പാരിസൺ. ഒരു കൺവീനിയൻസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഓർപ്പിച്ച് ഒന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അരമനയിൽ താമസിച്ച് നമസ്കരിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത പലപ്പോഴും വന്നു പോകും. അത് വരാതിരിക്കാൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഹോൾ നമ്മളെടുത്തിരിക്കുന്ന കുഴപ്പമൊന്നും വരത്തില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്ന് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പലപ്പോഴും ഒരുപാട് നമ്മൾ പഠിപ്പിക്കാൻ ഒരുപാട് കാര്യം നല്ലതായിരിക്കും. നമുക്ക് ഇതിനകത്തുനിന്നൊരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. പ്രാർത്ഥനയൊക്കെ വളരെ ഭംഗിയായിട്ടെല്ലാം ചൊല്ലി സന്തോഷം തന്നെയുള്ളൂ. അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് വരുവാനായിട്ട് ഇടയായതും തോന്നിയതുമൊക്കെ. ഞാനും പനിയായിട്ടിരിക്കുകയായിരുന്നു, വരാൻ ഒക്കോ ഇല്ലയോ എന്നറിയത്തില്ല. ഇന്നലെ നോക്കിയപ്പോഴും ടിക്കറ്റ് 19,000 രൂപ. എങ്ങനെ പേടിച്ചു പോയി. പിന്നെ എന്തായാലും ഇന്ന് വരാൻ സാധിച്ചു. നാളെ അത്യാവശ്യമായിട്ട് വൈകിട്ട് പോകേണ്ടി വരും. കാരണം 1 വർഷത്തിൽ കൂടുതലായിട്ട് ബ്രഹ്മാർ ഭദ്രാസൻ്റെ അരമനയുടെ 30,000 രൂപ മാസം തോറും വാടക കൊടുത്തുകൊണ്ടിരുന്ന ആളിൻ്റെ വീട്ടിലെ പ്രധാന ആൾ മരിച്ചുപോയി. അതുകൊണ്ട് അടക്കാൻ പോകേണ്ടതായിട്ട് വരും. യൂലേഴ്സിനുവിനെയൊക്കെ പോകേണ്ടതാണ്. എൻ്റെ അത് മാത്രമേ അനുവാദം ചോദിക്കുന്നു കേട്ടുള്ളൂ. ഏതായാലും അരമണിക്കൂറെന്ന് പറഞ്ഞു. ജോർജിയയുടെ 7 മണിക്കാണ്. ഇല്ല, കുഴപ്പമില്ല, എടുക്കാവില്ല. കേട്ടെന്ന്. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരവസരം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണ്ടായല്ലോ, ഇത് കഷ്ടപ്പാടിൻ്റെ ഒരു ജോലിയാണ്. വളരെ മഹത്വമുള്ള വൈദികർ പോലും വിടാൻ മടിക്കുന്നു. ഈ കഷ്ടപ്പാടാണ് നമുക്ക് സന്തോഷം തരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കഷ്ടവും നഷ്ടവും നിന്ദയും പഴിയുമൊക്കെ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ കൈമുതലാണ്. വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കിരീടം, ചെങ്കോൽ, സിംഹാസനം, അരമന, സാമ്രാജ്യം ഇത് വലിച്ചെറിഞ്ഞു. 6 ലക്ഷം പുരുഷാരമായിട്ട് പോയപ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചില്ല. നമ്മൾ ചോദിക്കുന്നില്ലേ ഒരാളുടെ വരുമാനം കൊണ്ട് എങ്ങനെ കഴിയുമെന്ന്? മാനുഷികമായ ചോദ്യം, ദൈവികമല്ല. ദൈവം നടത്തും എന്ന് പ്രസംഗിക്കണമെങ്കിൽ ആ ചോദ്യം മേലാൽ ചോദിക്കരുത്. ഈ വർഷത്തെ കോൺഫറൻസ് വന്നതുകൊണ്ട് അതുപോലെ ചോദ്യങ്ങൾ നിർത്തുവാനിടയായിട്ട് ചലഞ്ചിങ് ഫെയ്ത്ത് ഇട്ടുകൊടുക്കണം. ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലുക്ക് ആഫ്റ്റർ മീ. ഇറ്റ് ഷുഡ് ബി ചലഞ്ചിങ് ഫെയ്ത്ത്, ഡൗട്ടിങ് ഫെയ്ത്ത് അല്ല. വിവരമില്ലാത്ത സാഹിബ് തോമസിനെ കളിയാക്കാൻ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞു. സാഹിബിനോട് പറയേണ്ടി വന്നു, സെൻറ്റ് തോമസ് ഈസ് നോട്ട് ഡൗട്ടിങ് തോമസ്, ഹീ ഈസ് വിറ്റ്നസിങ് തോമസ്. വല്ലവൻ്റെയും വിശ്വാസത്തിലല്ല എൻ്റെ വിശ്വാസം കെട്ടിപ്പടുത്തേണ്ടത്. നിങ്ങളവനെ കണ്ടെങ്കിൽ എനിക്കും കാണണം. കണ്ടാൽ മാത്രം പോരാ, തൊട്ട് നോക്കണം. അത് ജെനുവിനായതുകൊണ്ടാണ് 8-ാം ദിവസം വീണ്ടും തോമസിന് വേണ്ടി മാത്രം വന്ന് ഒരു ദർശനം കൊടുത്തത്. ഡൗട്ടിങ് തോമസ് നമ്മൾ ഒരിക്കലും പറയരുത്. ഫെയ്ത്ത്, വിശ്വാസികൾക്ക് കഷ്ടപ്പാടുണ്ടാകും. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ
12-ാം വാക്യത്തിൽ വായിക്കും. അവിടെ ആണല്ലോ സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ച അവിടെ തുടങ്ങുന്നത്. യജമാനെ ഇവരെവിടെ നിന്ന് വന്നു? 14-15 അധ്യായം വാക്യം വായിക്കുമ്പോൾ ഇവർ ഭൂമിയിലെ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി രക്തത്തിൽ മുക്കിയാൽ അങ്കി വെളുക്കത്തിൽ ചുമക്കുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുമിശിഹായുടെ തിരുശരക്തങ്ങളാകുന്ന രഹസ്യങ്ങൾ കൂദാശകൾ സംബന്ധിച്ചിട്ട് ജീവിത വിശുദ്ധി നേടി നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ്. സ്വർഗരാജ്യം ആർക്കാണ്? ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ പെർസിക്യൂട്ടഡ് ഫോർ റൈച്ചിയസ്നെസ്, ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കാണ്. ദ ക്രൗൺ ഓഫ് റൈച്ചിയസ്നെസ് ഈസ് കെപ്റ്റ് ഫോർ ദോസ് ഹു ആർ പെർസിക്യൂട്ടഡ് ഫോർ റൈച്ചിയസ്നെസ്. നീതിയുടെ കിരീടം ആർക്കാണ്? നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് മാത്രമേ നീതിയുടെ കിരീടമുള്ളൂ. സോ ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ദ ഗിഫ്റ്റ് ഓഫ് സഫറിങ്. ഈ ഗിഫ്റ്റ് ഓഫ് സഫറിങ് വന്നെങ്കിലേ അടുത്ത ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്, കണ്ണുനീരിൻ്റെ നൽവരം. ഇടയിൽ പൊതുയോഗത്തിൽ ചീത്തവിളി ഉണ്ടായാൽ മാത്രമേ ഞാൻ ഉൾപ്പെട്ട വൈദികനും മേൽപ്പെട്ടാലും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ. വല്ലവരും നമ്മളെ വേദനിപ്പിച്ചില്ലെങ്കിൽ കരയാനൊക്കത്തില്ല. യേശു ക്രിസ്തു എത്ര പ്രാവശ്യം കരഞ്ഞെന്ന് ചോദിച്ചാൽ വൈദിക സെമിനാരിൽ പഠിപ്പിച്ചൊരു ഉൾപ്പെടെ 3 ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ എടയനാലച്ചൻ ക്ലാസ് എടുത്തപ്പോഴാണ് ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തു കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന്. എബ്രായർ 5:7. ജീവിതകാലം അതിൽ 3 പ്രാവശ്യമേ പുറത്ത് കേൾക്കാനിടയായുള്ളൂ. ഗെത്സെമനെ തോട്ടത്തിൽ ലാസറിൻ്റെ കല്ലറയിലും എലിശേബിനെ നോക്കി കരഞ്ഞത്. രാത്രി മുഴുവൻ താൻ ഒറ്റയ്ക്ക് മലമുകളിലും മരുഭൂമിയിലും മരച്ചുവട്ടിലുമായിരുന്നു. ആരും കേട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം ഒരു കല്ലേർ ദൂരത്തിലായിരുന്നുണ്ട്. ബാക്കി മുഴുവൻ ദ ഹോൾ നൈറ്റ് ഹി വാസ് സ്പെൻഡിങ് എലോൺ വിത്ത് എലോൺ. ഏകനായി, ഏകാന്തമായി, ഏകനായ പിതാവിനോട് ബന്ധത്തിൽ തുടരുമായിരുന്നു. എലോൺ വിത്ത് എലോൺ. അതാരെയും കാണിക്കുവാനും കേൾപ്പിക്കുവാനുള്ളതല്ലായിരുന്നു. എബ്രായർ 5:7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും, പെതുക്കെയല്ല, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കും. ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡേയ്സ് ഓഫ് ഫ്ലെഷ് offered up prayers and supplications with vehement or loud cries and tears to him who could save him from death, and he was answered because of his devotion. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലം മുഴുവൻ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ഈ ശാരീരിക മരണമല്ല, പാപത്തിൻ്റെ ശമ്പളമാകുന്ന പാപത്തിൽ അകപ്പെടാതിരിപ്പാൻ ജീവിതകാലം മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പാപികളെക്കാൾ കൂടുതൽ പരിശുദ്ധന്മാർ കരയുമായിരുന്നു. ആബീലന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ആബീലന്മാരായി മാറേണ്ടവരാണ്. പാപി കരയുന്നത് പാപമോചനത്തിന് വേണ്ടിയാണെങ്കിൽ പരിശുദ്ധന്മാർ കരയുന്നത് പാപത്തിൽ ഒരിക്കലും വീഴാതിരിപ്പാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു ജീവിതകാലം. അതുകൊണ്ടാണ് ആരാധനയെ അനുതാപം നഷ്ടപ്പെടാൻ പാടില്ല. അനുതാപം നഷ്ടപ്പെട്ട ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. നമ്മുടെ കർത്താവ് യേശു കുരിശിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോഴും കീബോർഡ് വായിക്കുന്നത് ആഭാസവും ആരാധനയിലെ വിരോധാഭാസമാണെന്ന് പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം അതാണ്. 3 പെൺകുട്ടികൾ കോതമംഗലത്ത് ആശുപത്രിയുടെ മേളിൽ കയറിയപ്പോൾ മനുഷ്യർ വിറച്ചില്ലേ? നമ്മളെ കണ്ടിട്ട് വിറച്ചോ? നമ്മളെന്തെല്ലാം ചെയ്തു? മനുഷ്യനും മറിച്ചില്ല, രാഷ്ട്രീയക്കാരും മറിച്ചില്ല, ദൈവം അനങ്ങുന്നില്ല. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ മാറാതെ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ണുനീര് വരണമെങ്കിൽ കഷ്ടപ്പാട് വരണം. യോന 2:1 എൻ്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലം വിളിച്ചു. പിന്നെന്താ പറയുന്നത്? മറ്റൊരു വാക്കുണ്ട്, അയ്യം വിളിച്ചു. അയ്യം വിളിച്ചിട്ടുണ്ടോ? അയ്യോ അയ്യോ അയ്യോ, അതിൻ്റെ പേരാണ് അയ്യം വിളി. വല്ലപ്പോഴും അടിക്കാമെങ്കിൽ പിന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടെങ്കിൽ വരും, അല്ലേ പോവും. ട്രെഡ്മില്ലിൽ എന്തിനാണ് കയറേണ്ടി വരുന്നത്? ചാകാൻ നേരത്തെ വരുന്നതാണ് അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ. അയ്യോ, അപകടം വരുമ്പോഴാണ് അയ്യോ. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു അയ്യോ അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മഹത്വത്തിൽ കടക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകണം.
ഇൻകാർണേഷനും ക്രോസും റിസറക്ഷനും കൂടെ ഒന്നിച്ച് വേണം ചിന്തിക്കാൻ. ഒരു പാക്കേജാണ്. ഈ നാട്ടിൽ പേട്ടുതേങ്ങ പോലെ പേട്ടുകുരിശുണ്ട്, കണ്ടിട്ടുണ്ടോ? ഉണ്ടോ പേട്ടുകുരിശ്? അകത്തൊന്നും ഇല്ലാത്തതിൻ്റെ പേരാണ് പേട്. ഞാനിത് ഇട്ടുകൊണ്ട് കടന്ന കഷ്ടതയെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ ഈ കുരിശ് പേട്ടുകുരിശാണ്. മീനിങ് ഫുൾ ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യത്തിൽ കർത്താവേ, നിൻ്റെ സ്ലീവായെ എൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ വഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, പ്രാപ്തരാക്കണം. അപ്പം കഷ്ടാനുഭവമില്ലാത്ത കുരിശ് പേട്ടുകുരിശെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ഇടത് വയസ്സെ കള്ളനും കുരിശുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ജീസസ് ക്രൈസ്റ്റ് എംബ്രേസ് ദ ക്രോസ്, ബറബാസ് എസ്കേപ്പ് ദ ക്രോസ്. ജീസസ് ക്രൈസ്റ്റ് എംബ്രേസ് ദ ക്രോസ്, ബറബാസിൻ്റെ പേര് ജീസസ് തന്നെയായിരുന്നു. ആദ്യമകാലങ്ങളിൽ ജീസസ് ദ ബറബാസ് തന്നെ എഴുതുമായിരുന്നു. ഇപ്പോൾ അത് ചുരുക്കി അപ്പൻ്റെ മോനെന്ന് മാത്രമേ ഉള്ളൂ, പേരങ്ങ് മാറി. ഭർത്തിമായി ബർയോന ശിവന്നത് ബറബാസ് എന്ന് പറഞ്ഞാൽ. ജോർജയാണോ? ജോർജ്, മേ ഐ ടേക്ക് 10 minutes more? ഞങ്ങളുടെ സ്പിരിച്വൽ കിഡ്നി പോകാതിരിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയാണ്. Georgie can save our kidney in this life, but with this nephrology, we may be able to enter the kingdom of God. അതുകൊണ്ട് the gift of faith, the gift of suffering. ആ സഫറിങ് വരുമ്പോഴാണ് ക്രോസൊക്കെ വരുന്നത്. സോ മീനിങ് ഫുൾ ക്രോസ്. ഒരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ, തെറ്റിദ്ധരിക്കരുത്. അച്ചോ, നല്ല മാർക്ക് മേടിച്ച് എൻ്റെ അടുത്ത് വന്ന ഒരു ചെമ്മാശനെ ഞാൻ ചോദ്യം വിട്ട് 90-ൽ കിട്ടിയത് 3.5 മാർക്കാണ്. ഞാൻ പറഞ്ഞു, വൈദിക സെമിനാറിൽ നല്ല സർട്ടിഫിക്കറ്റ് മേടിക്കാതെ ഞാൻ ചെമ്മാച്ചനാക്കത്തില്ല. പിന്നെ ഞാൻ അച്ഛനാക്കേണ്ട ടെസ്റ്റോ അന്നും എന്നെ കളിയാക്കി. സോ ഐ വാണ്ട് ടു സീ ഹൗ മച്ച് ദേ നോ. 90-ൽ 3.5 മാർക്ക്. ഒന്നും വേണ്ട, എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ പള്ളി ശുശ്രൂഷ നടക്കട്ടെ, എന്നിട്ട് പഠിക്കട്ടെ. അതിനാണ് ഓർത്തഡോക്സ് ബൈബിൾ കൊടുത്തത്. അറിയാമെന്നുള്ള ഭാവം മാറട്ടെ, അറിയാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ തുടങ്ങട്ടെ. എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ളപ്പോഴാണ് പഠിത്തം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതൻ ആരാ പറഞ്ഞത്, ഐ നോ വൺ തിങ് ദാറ്റ് ഐ ഡു നോട്ട് നോ എനിത്തിങ്. അവിടെ തുടങ്ങട്ടെ. ഇവിടെ പറഞ്ഞു ഈ 0 ഓയിൽ കുക്കിംഗ്, അതുപോലെ 0 കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. 0 ഈഗോ, ഞാനോ കുറയണം. 0 ഈഗോ. ഈഗോയെക്കുറിച്ച് ഒരാളിയോട് പറഞ്ഞു, എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നുള്ളത് തന്നെയാണ് ഈഗോ എന്ന്. EGO, എഡ്ജിങ് ഗോഡ്. എഡ്ജില്ലേ, എഡ്ജ്, ദൈവത്തെ കൊണ്ട് തെള്ളി 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 അങ്ങ് കൊണ്ട കളഞ്ഞു. എഡ്ജിങ് ഗോഡ് ഔട്ട്. സോ ഗിഫ്റ്റ് ഓഫ് സഫറിങ്. ഗിഫ്റ്റ് ഓഫ് സഫറിങ് ഉണ്ടെങ്കിലേ കണ്ണുനീര് വരത്തുള്ളൂ. കണ്ണുനീരില്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. കൂടെ പാടിക്കോ, ഓർത്തഡോക്സുകാരുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങില്ലേ, പാടിക്കോ. പ്രാർത്ഥനകളൊക്കെ എന്തെല്ലാം പ്രാർത്ഥനയിൽ പാട്ടാണ് പാടും. നമ്മുടെ ഇത് പാടി ഓർത്തഡോക്സ് ഫ്ലേവർ പാട്ടിടണം. ഐസ്ക്രീമിന് വാനില ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ, ഓർത്തഡോക്സ് ഫ്ലേവർ പാട്ടണം. അതോട്ടൊക്കെ ഒരു പറയണേ. ഏത് പാട്ടാണ്? മനസവാട്ടം. ഞങ്ങളെ ഓർത്തഡോക്സ് അക്കാഡമി വരട്ടെ, പറയുന്നത് കേട്ടോ, പഠിപ്പിക്കണം. പഠിച്ചോ? മനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള ധരം വ്യസനം തട്ടാത്ത മനവും പോരാ. ഹൃദയം നുറുങ്ങുന്നവൻ യഹോവ. അപ്രേമൻ്റെയാ, പാമ്പാക്കോട്ട നമസ്കാരത്തിനുണ്ട്. മനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള ധരം വ്യസനം തട്ടാത്ത മനവും പോരാ. കർത്താവ് രണ്ടാമതൊന്ന് വിശ്വാസികൾ തിടക്കുമ്പോൾ രാപ്പകൽ കരയുന്നവരെ മാത്രമേ രക്ഷിക്കാൻ പോകുന്നുള്ളൂ. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്, പാപത്തെ ഓർത്ത് കരയുന്നവരെ. അല്ല, വിസ കിട്ടാഞ്ഞിട്ടും
പട്ടിണി മാറാനും ബിസിനസ്, ആ കരച്ചിലല്ല, പാപത്തെ ഓർത്ത് കരയുന്നത്. അങ്ങനെ കരയുന്നവർ ചുരുക്കമായതുകൊണ്ടാണ് മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളെ കണ്ടെത്തത്തില്ല, കുറവാന്ന് പറഞ്ഞത്. അതാണ് ലൂക്കോസ് 18:7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ. എപ്പോഴാണ്? പിന്നെ എവിടെ സിനിമ കാണാൻ, എവിടെ സീരിയൽ കാണാൻ, എവിടെ ചാറ്റിങ്? ഇതൊക്കെ ദൈവരാജ്യത്തിൻ്റെ അനുഭവമല്ല, ഈ ലോകരാജ്യത്തിന്. ഇത് ഇവിടെ ഉള്ളവർക്ക് അതാകാം. അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി ആ രൂപാന്തരം. ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്ന അവസ്ഥ അതാണ്. അതുകൊണ്ട് മാനസവാട്ടം കണ്ണീരും വന്നിടണം പ്രാർത്ഥനയിൽ. കണ്ണുനീരില്ലാതെയുള്ള പ്രാർത്ഥന ദൈവം. അതുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് വലിയ ഒരാളായിട്ട് കാണിച്ചത്. പാപിനിയായ സ്ത്രീ വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ പോലും എന്താ ചൊല്ലുന്നത്? ആ പാപിനിയെ പോലെ, ആ വലതുവശത്തെ കള്ളനെ പോലെ. കല്യാണത്തിന് പോലും അതാ പാടുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായ നിങ്ങൾ. അത് വളരെ മോഡലാണ്. റിപ്പൻറ്റൻസ് ഇല്ലാതെ ദൈവം സ്വീകരിക്കുക. റിപ്പൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് റിപ്പൻറ്റൻസ് ഈസ് പാപത്തെ ഓർത്ത് കരയുന്നതും, സെക്കൻഡ് പാർട്ട് ഓഫ് റിപ്പൻറ്റൻസ് ഈസ് പാപത്തിൽ വീഴാതിരിപ്പാൻ കരയുന്നതുമാണ്. നമുക്ക് ആ ഭാഗം കുറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധന്മാർ, കർത്താവ് ഉൾപ്പെടെ, പാപത്തിൽ വീഴാതിരിപ്പാൻ നിരന്തരമായിട്ട് കരഞ്ഞു. അങ്ങനെ രാവും പകലും പാപത്തിൽ വീഴാതിരിപ്പാനും പാപത്തിൽ വീണതിനെ ഓർത്തും കരയുന്നവരെ മാത്രമേ കർത്താവ് രക്ഷിക്കത്തുള്ളൂ. വിശുദ്ധ ലൂക്കോസ് 18:7. അത് കഴിഞ്ഞാണ് 8 പറഞ്ഞത്, വിശ്വാസികളെ കണ്ടെത്താൻ പാടാണ്. ഈ കനിതിലാണ് പിന്നെ ജനിച്ചത് കരഞ്ഞുകൊണ്ടാണെങ്കിൽ ജീവിക്കേണ്ടതും കരഞ്ഞുകൊണ്ടാണ്. സ്വർഗരാത്രി ചെല്ലുമ്പോൾ മാത്രമേ ഈ കണ്ണുനീര് തുടയ്ക്കുവാനിടയാകാവൂ. അവിടെ ചൊല്ലും വിശപ്പില്ല, ദാഹമില്ല, അവൻ ജീവജലത്തിൻ്റെ അടുത്ത് മേയിച്ച് ദൈവം താൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അഴുത്തും. അതുവരെ കരഞ്ഞുകൊണ്ട് പോകണം. ഈ കരച്ചിൽ, ദ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് കഴിയുമ്പോഴേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ദ ഗിഫ്റ്റ് ഓഫ് പ്രയർ. ഞാൻ എൻ്റെ വൈദികരെ വിളിച്ചിടെ ഒരു മീറ്റിംഗ് ചോദിച്ചു, അച്ഛന്മാരോട് പ്രാർത്ഥിക്കാൻ അറിയാമോ എന്ന്. അവരെന്നെ തുറിച്ചു നോക്കിക്കളഞ്ഞു. ഇവിടെ ഇരിക്കുന്ന 11 അച്ഛന്മാരുൾപ്പെടെ എന്നെ തുറിച്ചു നോക്കി. എന്തൊരു ചോദ്യമാണ് തിരുമേനി ചോദിക്കുന്നത്, പ്രാർത്ഥിക്കാൻ അറിയാമോ എന്ന്. എൻ്റെ ഉള്ള അച്ഛൻ പറഞ്ഞു, ഒക്കെ രാവിലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പൗലോസ്യ പറഞ്ഞു, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ ഇന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം 8:26 മുതൽ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധം അകത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. പത്രോസിന് വേണ്ടി അണച്ചതുപോലെ, ശിമോനെ ശിമോനെ, സാത്താൻ ഗോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി, വിശ്വാസം പോകാതിരിപ്പാൻ കർത്താവ് ഉൾപ്പെടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ണുനീര് വന്നെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. കുരിശിൽ കടന്നുകൊണ്ട് കള്ളൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ. അതാണ് കുർബാനയ്ക്ക് തൊട്ട് മുമ്പേ ചൊല്ലുന്നത്, നിൻ്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം അവർ വലഭ. നമ്മുടെ ആരാധനാ വിഷയങ്ങളെല്ലാം ദൈവിക വിഷയങ്ങളാണ്. പക്ഷേ ലൗകിക മനുഷ്യർക്ക് ഇത് അരോചകമാണ്. അതുകൊണ്ട് അവർ കൂട്ടായ്മയിലേക്ക് പോകുന്നത്. ദൈവിക വിഷയം ദൈവമക്കൾക്ക് മാത്രമേ രസമാകത്തുള്ളൂ, അല്ലാത്തവർക്ക് നീരസമാകും. രസമല്ലാത്തതാണ് നീരസം. ദ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് ഓഫ് പ്രയർ. ഗിഫ്റ്റ് ഓഫ് പ്രയർ കഴിഞ്ഞ് കിട്ടുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ലവ്. ഗിഫ്റ്റ് ഓഫ് ലവ്. ഈ ഗിഫ്റ്റ് ഓഫ് ലവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാം സൃഷ്ടിയെ സ്നേഹിക്കത്തില്ല, സൃഷ്ടാവിനെ മാത്രമേ പിന്നെ സൃഷ്ടിയെ സ്നേഹിക്കുന്നത് സൃഷ്ടാവിനെ പ്രതി മാത്രമായിരിക്കും. ദൈവത്തെ മാത്രം സ്നേഹിക്കുക, ദൈവത്തെ പ്രതി മറ്റുള്ളവരെ, അപ്പനെയും അമ്മയും മക്കളെയും ഒക്കെ പോലും ദൈവത്തെ പ്രതി മാത്രമാണ്. അതുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ ഒക്കെ സ്നേഹിക്കുക. പിന്നെ എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കേണ്ടത് എൻ്റെ കുരിശിനെ ആയിരിക്കും. ആ കുരിശുമായിട്ട് വേണം എൻ്റെ പിന്നാലെ വരാൻ എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റ് ഓഫ് ലവ് വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ആ ലവ് എന്ന് പറയും പിന്നെ സൃഷ്ട വസ്തുക്കളെ സ്നേഹിക്കത്തില്ല, വസ്തുവിനെ ഉപയോഗിക്കത്തേ ഉള്ളൂ.
ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ ദൈവത്തെ സ്നേഹിക്കുക, വസ്തുക്കളെ ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ദൈവത്തെ ഉപയോഗിക്കുന്നു, വസ്തുക്കളെ സ്നേഹിക്കുന്നു. ഗോഡ് ഈസ് ടു ബി ലവ്ഡ് ആൻഡ് വെൽത്ത് ഈസ് ടു ബി യൂസ്ഡ്. ഇന്ന് ലൗകികർ ചെയ്യുന്നത് വെൽത്ത് ഈസ് ടു ബി ലവ്ഡ് ആൻഡ് ഗോഡ് ഈസ് ടു ബി യൂസ്ഡ്. നേർച്ച കാഴ്ചകൾ പോലും ഈ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായി മാറിയിരിക്കുകയാണ്. റോമാലേഖനം 8 ആ പറഞ്ഞതിൻ്റെ ബാക്കിയോടെ വായിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒന്നിനും സാധ്യമല്ല. പിന്നെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കഷ്ടമോ, പട്ടിണിയോ, വാളോ, ആപത്തോ, നഗ്നതയോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഒന്നിനും. ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, ആ സ്നേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ കൺവീനിയൻസ് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൺവിക്ഷൻ ക്യാൻ അവോയ്ഡ് കൺവീനിയൻസ്, കോംപ്രമൈസ്, കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, കോൺട്രഡിക്ഷൻ, കോൺട്രവേഴ്സി, കൺഫ്രണ്ടേഷൻ, കോമ്പറ്റീഷൻ, കമ്പാരിസൺ. ഞാൻ ആരും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ 5 ദാനങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹീതരായി. അങ്ങനെയൊക്കെ വന്ന് കണ്ണുനീരൊക്കെ വന്ന് കഴിയുമ്പോണ്ടല്ലോ പിന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അതിനാണ് സൗകര്യം പോലെ നെറ്റിൽ പോയി നോക്കിയാൽ മതി. കത്താർസിസ് എന്നുള്ള വാക്ക്, പെർജിങ് ഓഫ് ദ സോൾ. അതിനൊരു പ്യൂരിറ്റി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാഷനില്ല, ഡിസ്പാഷൻസേ ഉള്ളൂ. പിന്നെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ സ്നേഹിക്കാൻ നമ്മൾക്ക് വി കനോട്ട് ബട്ട് ലവ് ഗോഡ്. ദൈവത്തെ മാത്രമേ സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് കത്താർസിസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജുണ്ട്. പെർജിങ്, കണ്ണുനീര് കൊണ്ട് നേടുന്നതാണ് പെർജിങ്. അത് കഴിയുമ്പോഴാണ് ശരിയായ വിഷൻ കിട്ടുന്നത്. അതിനാണല്ലോ വിജേഷൊക്കെ പറയത്തില്ലേ, തെയോറിയ അല്ലേ? തെയോസിസ് പിന്നത്തേതാ, തെയോറിയ. അതിനു മുമ്പേ അപ്പാത്തിയ ഉണ്ട്. പാത്തോസ് ഇല്ലേ, പാത്തോസ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പാത്തിയ. അപ്പാത്തറ്റിക് ലെവൽ കഴിയുമ്പോഴാണ് തെയോറിയ. അതിന് തെയോറിറ്റിക്കൽ പേഴ്സൺ എന്ന് പറയും. എന്താ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലീഡേഴ്സ് ആകാനൊക്കെ. സ്പിരിച്വൽ തിയററ്റിക്കൽ പേഴ്സൺ അല്ല, സ്പെല്ലിങ് അതന്നെ. തെയോറിയയുടെ തെയോറിറ്റിക്കൽ ദൈവദർശനമുള്ളവരാണ് ആടുകളുടെ ഇടയനായി നടക്കേണ്ടത്. ദൈവദർശനമുള്ളവരാണ് നല്ല ഇടയൻ്റെ പിന്നാലെ പോകേണ്ടത്. ആ നല്ല ഇടയൻ്റെ പിന്നാലെ പോകുന്നവരെ മാത്രമേ ആടുകളെയും കൊണ്ട് നയിക്കാൻ, അല്ലെങ്കിൽ കുരുടൻ നയിച്ച 2 പേരും വഴിയിൽ വീഴും. അതുകൊണ്ടാണ് ആ അപ്പാത്തിയ, തെയോറിയ എന്നൊക്കെ. അത് കഴിഞ്ഞ് അങ്ങ് പോയി കഷ്ടതയിൽ കൂടെ കടന്ന് കരിക്കട്ട തീയിൽ വീഴുമ്പോൾ ശോഭിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേ പിന്നെ തെയോസിസിലൊക്കെ പോകത്തുള്ളൂ. തെയോസ് ദൈവീകരണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് യോവാനസിന് കൂടെ പറയുമായിരുന്നു, കഥാർസിസ് പറയും, അത് കഴിഞ്ഞിട്ട് 40s ഒരു പ്രകാശത്തിൻ്റെ വരും. പിന്നാണ് ഇതൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ അത് കൊതിക്കാൻ പോലും ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് കാലം കഴിയും. ഡയമണ്ട് കരിക്കട്ടയാണ്. കരിക്കട്ട ഡയമണ്ട് ആണെങ്കിൽ എത്ര വർഷമാണ്? തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് മണ്ണിനടി കിടന്ന് വെട്ടം കണ്ടിട്ടില്ല, വെളിച്ചം നിർത്താൻ പോവാം. പിന്നെ വെട്ടം കണ്ടിട്ടില്ല, വെളിച്ചം കണ്ടിട്ടില്ല. അതിന് ഒരു രൂപാന്തരം വരും, അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ വരും. കഷ്ടതയിൽ കൂടെ കടന്ന് കണ്ണുനീരിൽ കൂടെ പോയി കഴിയുമ്പോൾ ഒരു രൂപാന്തരം വരും. അപ്പോഴേ അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരും, സബ്സ്റ്റൻസ് ചെയ്യൽ. അപ്പം പാപികളായ നമ്മൾ കഷ്ടതയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധന്മാരായി തീരും. പാപികളും മനുഷ്യരാണ്, പരിശുദ്ധന്മാരും മനുഷ്യരാണ്. അല്പസമയം സൂക്ഷിച്ചെടുത്തു, വളരെ പണം ചിലവാക്കി ബുദ്ധിമുട്ടി വന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ നിർത്താൻ പോകുന്നു. 5 ദാനങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, അതുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഓഫ് സഫറിങ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് സഫറിങ് വന്നു കഴിയുമ്പോഴേ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് വരത്തുള്ളൂ. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് വരുമ്പോഴേ കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. പ്രാർത്ഥന കണ്ട് കഴിയുമ്പോഴേ ദൈവസ്നേഹം നമ്മിലേക്കും നമ്മുടെ ദൈവസ്നേഹം ദൈവത്തിലേക്കും ആ സ്നേഹം മറ്റുള്ളവരിലേക്കും കവിഞ്ഞൊഴുകത്തുള്ളൂ. ഈ 5 ദാനങ്ങൾ ദൈവം നമുക്ക് തരുവാനിടയായിത്തീരട്ടെ. ബലഹീനായ എനിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗിഫ്റ്റ് ഓഫ് സഫറിങ്, ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്, ഗിഫ്റ്റ് ഓഫ് പ്രെയർ ആൻഡ് ഗിഫ്റ്റ് ഓഫ് ലവ് ധാരാളമായി തന്ന് നമ്മുടെ അജപാലന ശുശ്രൂഷയിൽ അനുഗ്രഹം പ്രാപിച്ച് അജഗണങ്ങളോട് ചേർന്ന് വിശ്വാസമുള്ള ദീപഷ്ടികളെ പിടിച്ചുകൊണ്ട് പുതിയവരായി പുതിയ ലോകത്തിലേക്ക് ഐക്യപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും യോഗ്യരാക്കട്ടെ. अच्छा नहीं कहते